പറയാനുള്ളത് പോർച്ചുഗൽ ഫാൻസിനോടാണ്. പോർച്ചുഗലിന്റെ ആദ്യ മത്സരത്തിന് ശേഷം എല്ലാവരും കൂടി ഭയങ്കര ബഹളമായിരുന്നു. റൊണാൾഡോയ്ക്ക് പന്ത് കൊടുക്കുന്നില്ല, പോർച്ചുഗലിന്റെ പ്ലേയേഴ്സ്, പോർച്ചുഗൽ ടീമിൽ പ്രശ്നങ്ങളുണ്ട്, പോർച്ചുഗലിന്റെ പ്ലേയേഴ്സിന് റൊണാൾഡോയുടെ ഈഗോയാണ് എന്തൊക്കെ പറഞ്ഞിട്ട് കലപിലാന്ന് കുറെ സാധനങ്ങളായിട്ട് ഇറങ്ങിയായിരുന്നു. നിങ്ങൾക്ക് ഇന്നലത്തെ മത്സരത്തിന് ശേഷം, അതായത് ഉസ്ബെക്കിസ്ഥാനുമായിട്ടുള്ള മത്സര ശേഷം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ആ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട്. എന്റെ പൊന്നേടാവേ, അവിടെ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ വെറുതെ തല പുകഞ്ഞ് ചിന്തിച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലാതെ അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ ഓൾറെഡി ജാവോ നവാസിന്റെയും അതേപോലെ ബ്രൂണോ ഫെർണാണ്ടസിന്റെയും സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോ ആ ഒരു മെന്റാലിറ്റി, ആ സ്റ്റേറ്റ്മെന്റിലുള്ള മെന്റാലിറ്റി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറുതെ ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലെയറെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് കളിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണ് ടീമിന് വേണ്ടി തന്നെ കളിക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റുകൾ അടിപൊളിയല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഏകദേശം ജർമ്മനിയൊക്കെ കളിക്കുന്ന പോലത്തെ കളിയാണ് ഇന്നലെ പോർച്ചുഗൽ കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന ഈഗോസും പ്രശ്നങ്ങളും ഒക്കെ എവിടെയാണ്? ഞാനെങ്ങും കണ്ടില്ല. ഇന്നലെ റൊണാൾഡോയുടെ ഫസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം റൊണാൾഡോയ്ക്കൊപ്പം പ്ലേയേഴ്സ് എല്ലാവരും കൂടി വന്ന് സെലിബ്രേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾ ഈ പറയുന്ന ക്യാൻസലോ ആണെങ്കിലും ബ്രൂണോ ഫെർണാണ്ടസ് ആണെങ്കിലും ജാവോ നവാസ് ആണെങ്കിലും എല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഈഗോ ക്ലാഷോ പ്രശ്നങ്ങളോ എന്തെങ്കിലും തോന്നിയോ? വെറുതെ നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന ആദ്യത്തെ മത്സരത്തിൽ റൊണാൾഡോയ്ക്ക് പാസ് ചെയ്യാൻ പറ്റില്ല ബ്രോ. കാരണം റൊണാൾഡോ ഒരുപാട് പ്ലേയേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സാധാരണ റൊണാൾഡോയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് പലപ്പോഴും, പോർച്ചുഗലിന്റെ കളിയിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പൊ പോർച്ചുഗലിന്റെ പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ക്വാളിറ്റി പ്ലേയേഴ്സ് ആണ്. അവര് വെറുതെ ഇന്നാണ് അടിച്ചു എന്ന് പറഞ്ഞ് ബോൾ വെക്കില്ല. അവരങ്ങനെയാണ്. അവര് ഹൈ ക്വാളിറ്റി പ്ലേയേഴ്സ് ആണ്. അവര് ഓരോ ബോളും നോക്കിയും കണ്ടും മാത്രം പാസ് ഇടുകയും കളിക്കുകയും ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ്. അത്ര ക്വാളിറ്റി പ്ലേയേഴ്സ് ആണ് അവര്. അപ്പൊ അവർക്കറിയാം റൊണാൾഡോ അത്ര ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ബോൾ കൊടുത്തത് കൊണ്ട് കാര്യമില്ല, റൊണാൾഡോയ്ക്ക് അത് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല, ബോൾ നമ്മുടെ കാലിൽ നിന്ന് പോകും എന്നുള്ള വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് റൊണാൾഡോയ്ക്ക് വെറുതെ ബോൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാത്തത്. പക്ഷെ ഇന്നലെ റൊണാൾഡോ ഫ്രീ ആയിരുന്നു. ആദ്യ മത്സരത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട പോലെ റൊണാൾഡോ ഇന്നലത്തെ മത്സരത്തിൽ മാർക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ റൊണാൾഡോ ഫ്രീ ആയിരുന്നു. പിന്നെ റൊണാൾഡോയുടെ സ്റ്റൈലിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. റൊണാൾഡോ ഇറങ്ങി കളിക്കുന്നു, റൊണാൾഡോ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെ പല പരിപാടി റൊണാൾഡോയുടെ ഭാഗത്ത്. ഇന്നലെ റൊണാൾഡോയുടെ പ്ലെയർ റേറ്റിംഗ് ഉണ്ടോ 9.3 ഉണ്ടായിരുന്നു. സോ അപ്പൊ തന്നെ മനസ്സിലാക്കുക, ഏറ്റവും അതായത് അത്രയും പ്ലേയേഴ്സ് കളിച്ചതിൽ ഏറ്റവും കൂടിയ പ്ലെയർ റേറ്റിംഗ് റൊണാൾഡോയ്ക്കായിരുന്നു. അപ്പൊ അത്രയും റൊണാൾഡോ ഇന്നലെ കളിച്ചു എന്നുള്ളതാണ്. റൊണാൾഡോ ഇന്നലെ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ റൊണാൾഡോയ്ക്ക് ഇന്നലെ റൊണാൾഡോ പൊസിഷൻസ് സ്വിച്ച് ചെയ്ത് കളിക്കുകയും അതേപോലെ മാറിയും തിരിഞ്ഞും വേണ്ട രീതിക്ക് നിൽക്കുകയും അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ അവരുടെ ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്തപ്പോൾ റൊണാൾഡോയ്ക്ക് ഇങ്ങനെ ബോൾ കിട്ടി, ഗോൾ അടിക്കാൻ പറ്റി. റൊണാൾഡോ 5 ഗോൾ അടിക്കേണ്ടതാണ്. അപ്പോ വെറുതെ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഒരു പ്രശ്നവുമില്ല. താങ്ക് യു.